എല്ലാവർക്കും ഡെലിഷ്യസ് റെസിപ്പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മാങ്ങ മപ്പാസിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയതാണിത്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? ഞാനിവിടെ മീഡിയം വലിപ്പത്തിലുള്ള 2 മാങ്ങയാണ് എടുത്തത്. ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ ശേഷം ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 1/4 ടീസ്പൂണിലും താഴെയാണ് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുള്ളത്. 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് കൈ ഉപയോഗിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് 15 മിനിറ്റ് മാറ്റി വയ്ക്കാം. ഇനി ഇതിനാവശ്യമായിട്ടുള്ള മറ്റു ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മീഡിയം വലിപ്പത്തിലുള്ള ഒരു സവാള, 3 പച്ചമുളക്, 5 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് കറിവേപ്പില, 2 ഉണക്കമുളക്. അപ്പോൾ സവാള ഞാനിവിടെ സ്ലൈസ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് മാങ്ങ മപ്പാസ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഒരു കടായിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഈ വെളിച്ചെണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഒരു 1/2 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് നല്ലതുപോലെ ഒന്ന് പൊട്ടി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 നുള്ള് ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവയുടെ അളവ് കൂടണ്ട, 2 നുള്ള് തന്നെ മതിയാകും. ഉലുവ ഒന്ന് മൂത്ത് വരുമ്പോൾ 2 ഉണക്കമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം ഒന്ന് മൂത്ത് വന്ന് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ഒരു സവാള ചേർത്ത് കൊടുക്കാം. മീഡിയം വലിപ്പത്തിലുള്ള ഒരു സവാളയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ഈ സവാള ഒന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. സവാള ഒന്ന് ചെറുതായിട്ട് വഴന്ന് വന്ന് കഴിയുമ്പോഴാണ് ഇതിലേക്ക് പച്ചമുളകും അതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചേർക്കുന്നത്. 5 വെളുത്തുള്ളി കനം കുറച്ച് നീളത്തിലാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. അതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞതാണ് ചേർത്തത്. 3 വലിയ പച്ചമുളകും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ആ പച്ചമുളകൊക്കെ മാറി സവാളയൊക്കെ നന്നായിട്ട് വഴന്ന് കഴിയുമ്പോൾ ഇതിലേക്ക് 1/4 ടീസ്പൂണിനടുത്താണ് മഞ്ഞൾപ്പൊടി ചേർത്തത്. അതുപോലെ 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. ഇതിൽ മല്ലിപ്പൊടിയാണ് കൂടുതൽ ചേർക്കുന്നത്. അപ്പോൾ ഞാൻ 1/2 ടീസ്പൂണാണ് ചേർത്തിട്ടുള്ളത്. നന്നായിട്ട് ഇതൊന്ന് ചെറിയ തീയിൽ വെച്ചിട്ട് വേണം മൂപ്പിച്ചെടുക്കാനായിട്ട്. ഇതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർക്കുന്നുണ്ട്. ഇനി എല്ലാ പൊടികളും ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് മൂത്ത് വന്ന് കഴിയുമ്പോഴാണ് ഇതിലേക്ക് നമ്മൾ മാങ്ങ ചേർത്ത് കൊടുക്കുന്നത്. മീഡിയം വലിപ്പത്തിലുള്ള 2 പച്ചമാങ്ങയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരല്പം മഞ്ഞൾപ്പൊടിയും അതുപോലെ മുളക് പൊടിയും ഉപ്പും ചേർത്തിട്ട് ഒരു 15 മിനിറ്റ് നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാങ്ങ കൂടി ചേർത്തിട്ട് ഏകദേശം ഒരു 1-2 മിനിറ്റ് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്കിതിലേക്ക് 2ാം പാൽ ചേർത്ത് കൊടുക്കാം. ഇനി 2ാം പാലിലാണ് പച്ചമാങ്ങ ഒന്ന് വെന്ത് കിട്ടുന്നത്. പച്ചമാങ്ങ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ഇത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ 1.5 കപ്പ് 2ാം പാലാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിതിവിടെ അടച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചേർത്തിട്ടുണ്ടായിരുന്ന ആ 2ാം പാലൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. അതുപോലെ മാങ്ങയൊക്കെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. മാങ്ങ ഒരുപാട് അങ്ങ് വെന്ത് ഉടഞ്ഞു പോകരുത്, എന്നാൽ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ടാവണം. ഞാനിതൊന്ന് എടുത്തിട്ട് കാണിച്ചു തരാം. ഇതേ കണ്ടില്ലേ, ആ മാങ്ങയുടെ കഷ്ണങ്ങളൊക്കെ അതുപോലെ ഉണ്ട്, പക്ഷേ ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ചാറൊക്കെ ഒന്ന് കുറുകിയും വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തീ ഏറ്റവും കുറച്ച് വെച്ച ശേഷം 1ാം പാൽ ചേർത്ത് കൊടുക്കാം. 1 കപ്പ് 1ാം പാലാണ് ഞാനിപ്പോൾ ചേർക്കുന്നത്. ഈ 1ാം പാൽ ചേർത്ത് കഴിഞ്ഞാൽ ഇത് തിളയ്ക്കാൻ പാടില്ല. ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മാങ്ങ മപ്പാസിൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ പച്ചമാങ്ങ കിട്ടുമ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. അവസാനമായിട്ട് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ഈ മാങ്ങ മപ്പാസ് ഇങ്ങനെ ഒരു കുറുകിയ രീതിയിൽ വേണം തയ്യാറാക്കേണ്ടത്. ഒരുപാടങ്ങ് ലൂസായി പോകരുത്. അപ്പോൾ ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി മാങ്ങ മപ്പാസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക്